കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജൂൺ 4 വോട്ടെണ്ണൽ ദിനം അട്ടിമറി വാർത്തയാകുമോ കേൾക്കുക? അതോ NK പ്രേമചന്ദ്രന് മുൻപിൽ CPIM ഒരിക്കൽ കൂടി ആയുധം വച്ച് കീഴടങ്ങുമോ? തെരഞ്ഞെടുപ്പിന് ശേഷം കേൾക്കുന്ന ചില സൂചനകൾ അനുസരിച്ച് കൊല്ലത്ത് ഈ തവണ അടിയൊഴുക്കുകൾ ശക്തമായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മുസ്ലിം കേന്ദ്രങ്ങളിൽ CPIM വലിയ രീതിയിൽ തനിക്കെതിരെ അപവാദ പ്രചാരണം അഴിച്ചുവിട്ടുന്നതടക്കമുള്ള പരാതികൾ ഉന്നയിക്കുന്ന NK പ്രേമചന്ദ്രനെയാണ് പോളിംഗിന് ശേഷം പതിവിന് വിപരീതമായി കാണാനായത്. എന്നാൽ മുന്നണികൾക്കുള്ളിൽ നിന്ന് തന്നെ പ്രേമചന്ദ്രന്റെ പരാജയം ഉറപ്പാക്കാൻ ചിലർ ചരടുവലി നടത്തിയതായും ഏറ്റവും അവസാനമായി പുറത്തുവരുന്നുണ്ട്. അതിനു മുൻപ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ 20-ൽ 19 സീറ്റും UDF വിജയിച്ചപ്പോൾ ഇടതുപക്ഷത്തിന് അത്ര സുരക്ഷിതമെന്ന് പറയാൻ സാധിക്കാത്ത ആലപ്പുഴയിൽ നിന്ന് സിറ്റിംഗ് MLA ആയിരുന്ന LDF സ്ഥാനാർത്ഥി AM ആരിഫ് മാത്രം ജയിച്ചു കയറുന്നു. മാസങ്ങൾക്കു ശേഷം AM ആരിഫ് MP ആയ ഒഴിവിലേക്ക് അരൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന മനു സി പുളിക്കലിനെ അട്ടിമറിച്ച് മഹിളാ കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ അട്ടിമറി വിജയം നേടുന്നു. ഇതിനു മുൻപ് പല തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടും വിജയിക്കാനാകാത്ത നേതാവായിരുന്നു ഷാനിമോൾ ഉസ്മാൻ. ആ പരാജയങ്ങളുടെയൊന്നും കാരണം ഷാനിമോൾ ഉസ്മാൻ എന്ന വനിതാ നേതാവിന്റെ പോരായ്മയായിരുന്നില്ല. തോൽവിയുറപ്പുള്ള മണ്ഡലത്തിൽ ഒരു സീറ്റ് നൽകുക എന്ന കോൺഗ്രസ് നിലപാടായിരുന്നു കാരണം. ഒടുവിൽ CPIM സിറ്റിംഗ് സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടി ഷാനിമോൾ ആദ്യമായി MLA ആയി. അന്ന് ആലപ്പുഴയിലെ ആരിഫിന്റെ വിജയത്തിനു പിന്നിലും പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന്റെ അരൂരിലെ വിജയത്തിനു പിന്നിലും രണ്ട് മുന്നണിയിലെയും ചില നേതാക്കൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടന്നിരുന്നു എന്ന ആക്ഷേപം അക്കാലത്ത് തന്നെ സജീവമായി ചർച്ചയായി ഉയർന്നിരുന്നു. പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ അരൂർ മണ്ഡലത്തിൽ സിറ്റിംഗ് MLA ഷാനിമോൾ ഉസ്മാൻ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ 3 ഇരട്ടി വോട്ടിന് ദലീമ ജോർജിനോട് പരാജയം ഏറ്റുവാങ്ങിയതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ അന്നത്തെ കൊടുക്കൽ വാങ്ങലുകൾ ശരിവെക്കുന്നുണ്ട്. സമാനമായ സംഭവം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ടെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊല്ലം ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ആവനാഴിയിലെ സകല അസ്ത്രങ്ങളും എടുത്തുപയോഗിച്ചിട്ടും NK പ്രേമചന്ദ്രൻ എന്ന RSP നേതാവിന് മുൻപിൽ പാഴായി പോവുകയായിരുന്നു. ആദ്യ തെരഞ്ഞെടുപ്പിൽ MA ബേബി എന്ന പോൾ ബ്യൂറോ മെമ്പർ പരാജയം ഏറ്റുവാങ്ങിയെങ്കിൽ 2019 KN ബാലഗോപാൽ എന്ന കൊല്ലം ജില്ലയിലെ പ്രധാന നേതാവിനും പ്രേമചന്ദ്രന് മുൻപിൽ ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇത്തവണ CPIM മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ 2 വർഷം മുൻപേ ആരംഭിച്ചിരുന്നു എന്നാണ് സൂചന. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 2ാം തവണയും വിജയിച്ച സിനിമാ നടൻ കൂടിയായ മുകേഷിനെയായിരുന്നു ഇത്തവണ CPIM പ്രേമചന്ദ്രനെതിരെ രംഗത്തിറക്കിയിരുന്നത്. മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയെ കടുത്ത മത്സരത്തിൽ പരാജയപ്പെടുത്തിയാണ് മുകേഷ് ഇത്തവണ കൊല്ലത്ത് നിന്ന് MLA ആയത്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുപ്പ് നടത്താൻ CPIM 1 വർഷം മുൻപേ മുകേഷിന് നിർദ്ദേശം നൽകിയിരുന്നതായാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണ MLA ആയതിൽ നിന്നും വ്യത്യസ്തമായി മുകേഷ് സ്വന്തം മണ്ഡലത്തിൽ മാത്രമല്ല കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും സജീവ സാന്നിധ്യം ഉറപ്പാക്കിയിരുന്നു. സിനിമ അഭിനയം പരമാവധി കുറച്ച് മണ്ഡലത്തിലുടനീളം പൊതുപരിപാടികളും മറ്റുമായി മുകേഷ് ഉണ്ടായിരുന്നു. കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംഘാടകത്വം മുതൽ ആദ്യ അവസാനം മുകേഷ് നിറഞ്ഞു നിന്നതെല്ലാം ഇതിന്റെ ഭാഗം കൂടിയായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. സിനിമാ നടനെന്ന നിലയിൽ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാർക്കും സുപരിചിതൻ. മാധവന്റെ മകനെന്ന നിലയിൽ അടിയുറച്ച രാഷ്ട്രീയ പാരമ്പര്യം. ഈഴവ സമുദായ അംഗമെന്ന നിലയിൽ മണ്ഡലത്തിലെ നിർണായക വോട്ട് ബാങ്കിലുണ്ടാക്കാൻ സാധിക്കുന്ന സ്വാധീനം, ഇതെല്ലാം മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് CPIM പരിഗണിച്ചിട്ടുണ്ടെന്നുറപ്പാണ്. വെള്ളാപ്പള്ളിയുടെയും SNDPയുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിനും മുകേഷിന് സാധിച്ചിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും പ്രേമചന്ദ്രന്റെ രാഷ്ട്രീയ കൗശലത്തെ മറികടക്കാനാകില്ലെന്നറിയുന്ന എതിരാളികൾ 2019 ആലപ്പുഴ പരീക്ഷണം ഇത്തവണ കൊല്ലത്തും വിജയകരമായി നടപ്പിലാക്കിയതായാണ് പുറത്തുവരുന്ന സൂചന. കോൺഗ്രസിന്റെ കരുത്തരായ ഒരു നിര നേതാക്കളുള്ള ജില്ലയാണ് കൊല്ലം. എന്നാൽ ഒരു നേതാവിന് പോലും ഇടതുപക്ഷാധിപത്യമുള്ള ജില്ലയിൽ നിന്ന് സുരക്ഷിതമായി വിജയിച്ചു വരാൻ അവസരമില്ല എന്നത് കൗതുകമുളവാക്കുന്ന സംഭവമാണ്. BK നായർ, S കൃഷ്ണകുമാർ, പീതാംബരക്കുറുപ്പ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളെയെല്ലാം വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ച പാരമ്പര്യമുള്ള മണ്ഡലമാണ് കൊല്ലം. ഈ ലോക്സഭാ മണ്ഡലം ഒരു ജനകീയ അടിത്തറയുമില്ലാത്ത ഘടകകക്ഷിക്ക് തീറെഴുതി നൽകുകയും അവർ തുടർച്ചയായി വിജയിച്ചു പോകുന്നതിലും കടുത്ത അസംതൃപ്തി കൊല്ലത്ത് നിന്നുള്ള കോൺഗ്രസ് നേതാക്കളിൽ മണ്ഡലം RSPക്ക് കൈമാറിയ കാലം മുതൽ പുകയുന്നുണ്ട്.
പ്രേമചന്ദ്രൻ ഒരു തവണ പരാജയപ്പെട്ടാൽ മണ്ഡലം കോൺഗ്രസിന് തിരിച്ചു ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഒരു ഭാഗത്തും, മുകേഷ് എംപിയായി വിജയിച്ചാൽ ഒഴിവ് വരുന്ന കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എളുപ്പത്തിൽ വിജയം നേടാനാകുമെന്ന് കരുതുന്ന മറ്റൊരു വിഭാഗം നേതാക്കളും കോൺഗ്രസിലുണ്ട്. കഴിഞ്ഞ തവണ മുകേഷിനോട് കേവലം 2072 വോട്ടിനാണ് ബിന്ദുകൃഷ്ണ കഷ്ടിച്ച് പരാജയപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം എളുപ്പമായിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് മുകേഷിനോട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന മുൻ DCC പ്രസിഡന്റ് കൂടിയായ ബിന്ദുകൃഷ്ണ, INTUC നേതാവ് ചന്ദ്രശേഖർ തുടങ്ങി നിരവധി പേർ കൊല്ലം നിയമസഭാ സീറ്റിൽ കണ്ണുവെച്ച് രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തുന്നവരാണ്. മുകേഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ ഒഴിവ് വരുന്ന നിയമസഭാ സീറ്റിലേക്ക് കോൺഗ്രസിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ബിന്ദുകൃഷ്ണയ്ക്ക് തന്നെയാണ്. ഇതോടൊപ്പം മറ്റു നിരവധി ഘടകങ്ങളും ഇത്തവണ മണ്ഡലത്തിൽ പ്രേമചന്ദ്രന് പ്രതികൂലമാണ്. മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ട് നിർണായകമായ മണ്ഡലത്തിൽ ഇത്തവണ രണ്ട് വിഭാഗത്തിനും പ്രേമചന്ദ്രനിൽ മുൻപുണ്ടായിരുന്ന താൽപ്പര്യമില്ലെന്നത് പ്രകടമായിരുന്നു. MES പ്രസിഡന്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ ഫസൽ ഗഫൂർ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഡിബേറ്റിൽ കൊല്ലത്തെ ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. സാമുദായിക സംഘടനാ നേതാവ് എന്നതിനോടൊപ്പം തന്നെ കൊല്ലത്ത് ഏറെ കുടുംബവേരുകളുള്ള ഡോക്ടർ ഫസൽ ഗഫൂർ ഇത്തവണ കൊല്ലത്തെ ന്യൂനപക്ഷ വോട്ടർമാർ പ്രേമചന്ദ്രന്റെ പ്രവർത്തനത്തെ സംശയദൃഷ്ടിയോടെയാണ് കണ്ടിട്ടുള്ളതെന്നും ഇത് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കാമെന്നും സൂചിപ്പിച്ചിരുന്നു. രാഷ്ട്രീയമായി 7 നിയമസഭാ മണ്ഡലങ്ങളിലും CPIMന് നിർണായക സ്വാധീനമുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSPയുടെ മുന്നണി മാറ്റത്തോടെ അടിതെറ്റുന്ന കാഴ്ച ഏറെ കൗതുകമായിരുന്നു. എല്ലാ പഴുതുകളും അടച്ച് ഇത്തവണ കൊല്ലം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസം CPIM കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ തനിക്കെതിരെ എത്രയെല്ലാം അപവാദ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് കൊല്ലത്ത് നിന്ന് തുടർ വിജയം നേടുമെന്ന വിശ്വാസമാണ് സിറ്റിംഗ് MP പ്രേമചന്ദ്രന് ഉള്ളത്.